കൂട്ടുകാരെ നമസ്കാരം. ഫ്ലോറിൻ ടിപ്സ് ആൻഡ് സൊല്യൂഷൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് എഡ്ജ് വർക്കിന് വേണ്ടിയിട്ട് നോസ് കട്ടർമ എങ്ങനെ എളുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ടൈൽസിൻ്റെ ഒരു 4 ഇഞ്ചിൻ്റെ കമ്പനി കട്ടിങ് ഉള്ളൊരു പ്രതലമുള്ള ഒരു പീസ്, ഇതുപോലുള്ളൊരു പീസ് എടുക്കുക. പിന്നെ ബോഡി ഫില്ലറായിട്ടാണ് നമ്മൾ കട്ടറിൻ്റെ പ്ലേറ്റും ഒട്ടിക്കുന്നത്. അത് ഫ്ലസ്കിക്ക് ഏറ്റവും ഒട്ടിക്കൽ നല്ല കറക്റ്റ് ആയിരിക്കണം. നമ്മൾ കട്ടുന്ന ടൈമിൽ പീസ് പോരരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മളൊരു കട്ടറിൻ്റെ ബ്ലേഡിൻ്റെ അവിടെ ഒരു ജസ്റ്റ് ഒരു പീസ് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ അളവ് പീസാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ടൈൽസിൻ്റെ കനാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുക നോസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പീസ് ജസ്റ്റ് ഡമ്മി എന്നുള്ള രൂപത്തിൽ വെച്ചതാണ്. അപ്പോൾ അത് നമ്മൾ ഈ പീസ് കട്ട് ചെയ്ത് ഒട്ടിക്കുന്ന പീസ് കറക്റ്റായിട്ട് ഒട്ടിക്കഴിഞ്ഞാൽ ആ പീസ് എടുത്ത് നമ്മൾ ഒഴിവാക്കും. അത് നമ്മൾ അളവിന് മാത്രമായിട്ട് വെക്കണം. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ടാപ്പ് എടുത്തിട്ട് കറക്റ്റ് ചെയ്ത് അളവ് സെറ്റ് ചെയ്യണം. അപ്പോൾ അതിനെക്കാട്ടി ഏറ്റവും നല്ല സുഖം നമുക്ക് ഒരു ടൈൽസ് കനം ആണ് നമ്മൾ എഡ്ജ് വർക്കിന് വേണ്ടിയിട്ട് പൊതുവേ നമ്മൾ സെറ്റ് ചെയ്യൽ. അത് നല്ല സ്ട്രോങ് ആയിരിക്കും ചെയ്യുക ആ ഒരു അളവിൽ ചെയ്താൽ. അപ്പോൾ അത് ഒട്ടണ വരെ ഒന്ന് ജസ്റ്റ് വയ്ക്കുക എന്നുള്ള മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചാൽ മതി. കറക്റ്റായിട്ട് തന്നെ ഒട്ടിക്കുക. ആ അളവ് കറക്റ്റാവും വേണം കേട്ടോ. നമ്മൾ ആ ഡമ്മി പീസ് വെച്ചത് കറക്റ്റായിരിക്കണം. അപ്പോൾ ഒട്ടി കഴിഞ്ഞതിൻ്റെ ശേഷം നമുക്ക് അത് എടുത്ത് മാറ്റാം. ഇതുപോലെ തന്നെ മാറ്റിയെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ചെയ്യാൻ ഒരുപാട് ആളുകൾ കട്ടറയിൽ ചെയ്യുന്ന വീഡിയോ വേണം, ഞങ്ങളെന്നും ട്രോളിമേലാണ് എഡ്ജ് വർക്ക് ചെയ്യൽ എന്ന് പറഞ്ഞിട്ട് അവർക്ക് വേണ്ടിയിട്ട് കട്ടർമ ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യുന്ന ഒരു രൂപത്തിലുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒന്ന് സാമ്പിളായിട്ട് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. പറ്റുകയെന്നുണ്ടെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്ത് ചെയ്യുക. നമ്മൾ കട്ടർമ വലിയ പീസുകളൊക്കെ കട്ടർമേൽ ഇതുപോലെ തന്നെയാണ് ചെയ്യാറ്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ സാധിക്കും. വലിയ പീസൊക്കെ നമ്മളിപ്പോൾ താബൂ കട്ടൻ്റെ 2 പീസുമേ ചാലിട്ടിട്ട് ആ ചാലിലേക്ക് ഇറക്കിയിട്ടാണ് ഈ ഗ്രാനൈറ്റ് പീസ്. ഇത് 5 സെൻറ്റിൻ്റെ പീസാണ്. 5-6 സെൻറ്റിൻ്റെ ഒക്കെ പീസ് നമുക്ക് ട്രോളിമേ കട്ട് ചെയ്യുന്നതിനെക്കാട്ടി ഏറ്റവും സുഖം ഇതാണ്. ഇതുപോലെ വലിയ പീസൊക്കെ നമുക്ക് ഈ താബു കെട്ടായ്മ ചാലിട്ട് ഇറക്കി കൊടുത്തിട്ട് കറക്റ്റായിട്ട് വെച്ചാൽ അടിപൊളിയിൽ കട്ട് ചെയ്യാം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഈ കട്ടറിൻ്റെ സ്പീഡ്, കട്ടിങ്ങിൻ്റെ സ്പീഡ് എത്രയാണോ ആ ഒരു സ്പീഡിൽ മാത്രം കട്ടർ പോകാൻ അനുവദിക്കുക. നമ്മൾ കൂടുതൽ തള്ളുന്ന ടൈമിൽ ചിലപ്പോൾ പൊളച്ചിൽ കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല ബ്ലേഡ് ഇടുക, നല്ല ഫാസ്റ്റ് കട്ടിങ്ങിന് പറ്റിയ ബ്ലേഡ് ഇടുക. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നന്നാവും. പിന്നെ എന്താണ് വെള്ളം കൊടുക്കേണ്ടത്, നമ്മൾ വാട്ടർ പൈപ്പ് ആയിട്ടാണ്. നമ്മളിപ്പോൾ കുപ്പിയിലാണ് വെള്ളം കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ വാട്ടർ പൈപ്പ് ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ അതുപോലെ തന്നെ അത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് സാമ്പിള് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു വീഡിയോക്ക് വേണ്ടിയിട്ട് ലെങ്ത്ത് കുറഞ്ഞ 4 അടീൻ്റെ പീസ് ചെയ്തതാണ്. നമ്മൾ കൂടുതലും 10 അടീൻ്റെയും 8 അടീൻ്റെയും ഒക്കെ പീസ് ഇതുപോലെ തന്നെയാണ്. വീതി കൂടുതലുള്ള നോസ് കട്ടർമ ആണ് ചെയ്യൽ. അപ്പോൾ ഇതുപോലെ ചാലിട്ടാൽ മതി ഈ താബൂക്കിന്. അപ്പോൾ 2 സൈഡിലും ചാലിട്ടാൽ നല്ല കറക്റ്റായിട്ട് നമുക്ക് അവിടെ ഘടിപ്പിച്ച് വെക്കാൻ പറ്റും. അപ്പോൾ ഇളക്കോ കാര്യങ്ങളൊന്നും വരില്ല. പിന്നെ തിരിച്ചിട്ട് കണ്ട് ഒരു ഗ്രാനൈറ്റ് തന്നെ കട്ട് ചെയ്തെടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാനും ഫിറ്റിങ്ങിനൊക്കെ സാധിക്കും. അത്യാവശ്യം വർക്ക് വരുന്നൊരു ഇതാണ് ഈ എഡ്ജ് വർക്ക്. 45 ആയാലും തന്നെ അത്യാവശ്യം പണി വരണം. അപ്പോൾ ആ പണിക്കനുസരിച്ചുള്ള റേറ്റും വാങ്ങിച്ചെടുക്കാനും ശ്രമിക്കുക. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക, ഷെയർ ചെയ്യുക. നമ്മളെ പേജുകളും യൂട്യൂബ് ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ. അപ്പോൾ അതുപോലെ തന്നെ കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. വളരെ സിമ്പിളാണ്. ഒന്ന് ശ്രമിച്ചു നോക്കുക. ഓക്കേ.